ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങളായില്ലേ? അതാണല്ലോ വർഷങ്ങളാണല്ലോ. വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസന്റെ പടമല്ല, അതെന്തായാലും സൂപ്പർ ഹിറ്റ് ആയിരിക്കും. പക്ഷെ അതല്ല, വർഷങ്ങൾക്ക് ശേഷം OHF ഫ്ലീ മാർക്കറ്റ് വീണ്ടും കൊച്ചിയിലേക്ക് വരുവാണ്. കൊച്ചിയിൽ ഓബ്രോൺ മോളിൽ ആസ് യൂഷ്വൽ എപ്പോഴും ഉള്ളതുപോലെ തന്നെ 3rd ഫ്ലോറിലാണ് ഇത്തവണയും OHF ഫ്ലീ മാർക്കറ്റ്. അപ്പൊ ആ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയാം. സോ ഈ വീഡിയോന്റെ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രാൻഡ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ അതിനു മുമ്പ് ഞാൻ സ്പേസ് ഒന്ന് കാണിച്ചു തരാം. ഇതിന് ഓർമ്മയുണ്ടോ ഈ സ്ഥലം? വേദു വന്നപ്പോഴേ കേറിയപ്പോ തന്നെ ഇത് നമ്മുടെ എക്സിബിഷന്റെ സ്ഥലമല്ലേ? ഓർമ്മയുണ്ടോ? വേദുവിന്റെ നത്താശ ഒക്കെ വന്നാണോ? നത്താശ നമ്മുടെ ആഡിയ ഡിസൈൻസിന്റെ മോളാ. ഓർമ്മയുണ്ടല്ലോ വേദുവിന്? ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിച്ചു. ഇങ്ങനെ ചുറ്റിന് ഓടിക്കളിക്കുന്നു ഇവിടെ സ്റ്റോളിന് ചുറ്റിന്. ഓക്കെ, സോ നമ്മുടെ സ്പേസ് നമ്മൾ വേറെ കുറെ സ്ഥലങ്ങൾ പോയി നോക്കിയാലും നമുക്ക് ഇതുപോലെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഇന്റിമേറ്റ് സ്പേസ് നമുക്ക് വേറെ എവിടെയും കിട്ടിയില്ലല്ലോ. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ, ഇവിടെ റെന്റ് ഒക്കെ കൂടിയാൽ പോലും നമ്മൾ വിചാരിച്ചു ഇവിടെ തന്നെ വെച്ച് നടത്താമെന്ന് വിചാരിച്ചു. മാത്രല്ല ഇത് നമ്മുടെ ഐശ്വര്യത്തോടെ നമ്മൾ എപ്പോഴും ആദ്യമായിട്ട് തുടങ്ങിയതും OHF ഫ്ലീ മാർക്കറ്റ് ഇവിടെയാണല്ലോ. അത് തന്നെ മുന്നോട്ടേക്ക് നമ്മൾ ഐശ്വര്യത്തോടെ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു. നമുക്ക് അങ്ങനെ ഒരുപാട് സ്പേസ് എടുത്ത് ഒരുപാട് ബ്രാൻഡ്സ് കയറ്റാനല്ല ഉള്ള, നമ്മള് മെയിൻ ആയിട്ട് മീറ്റ് ആൻഡ് ഗ്രീറ്റ് ആണല്ലോ. പ്ലസ് ഓബിയസ്ലി നല്ല ബ്രാൻഡ്സിനെ നമുക്ക് ഇൻട്രൊഡ്യൂസിനായിട്ട്. സോ ഇതില് ഏകദേശം ഇവിടെ എത്ര ബ്രാൻഡ്സിനുള്ള സ്പേസ് ആണ് കാണുക? പ്രിയ ആണല്ലോ ഇത് അറേഞ്ച് ചെയ്യുന്ന ആള്. ഇത്തവണ എന്തായാലും പ്രിയക്ക് ഹെൽപ്പ് കാണും. പ്രിൻസ് ഉണ്ടല്ലോ. 5 മണി ഇത്തവണ ഞാൻ എല്ലാ പ്രിൻസിനെ ഏൽപ്പിക്കുകയാണ്. എന്താ വെച്ചാൽ എല്ലാ എക്സിബിഷനും എന്റെ കൈയൊടിയും കാലൊടിയും ടേബിൾ അങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് പിടിച്ച് എന്തെങ്കിലുമൊക്കെ എനിക്ക് സംഭവിക്കും. ഇത്തവണ അതെല്ലാം ഞാൻ പ്രിൻസിനെ ഏൽപ്പിക്കുകയാണ്. എക്സിബിഷൻ പ്രിൻസ് കാണില്ല. ഓക്കെ, അപ്പൊ ഗൈസ് ഡീറ്റെയിൽസ് പറയാം. നമ്മൾ May 3rd, 4th, 5th 3 ദിവസമായിരിക്കും എക്സിബിഷൻ നടത്തുന്നത്. നമ്മളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോസും ബ്രാൻഡിനെ പരിചയപ്പെടുത്തൊക്കെ വേറെ കാണും. പക്ഷെ ഇത് ആക്ച്വലി ബ്രാൻഡ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. സോ ഞങ്ങൾ ഇത്തവണ വിചാരിച്ചത് നമ്മുടെ ഈ ഒരു OHF ഫ്ലീ മാർക്കറ്റിനുള്ള ഒരു കോൺസെപ്റ്റ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഒരു 3 days ഒരു ഫെസ്റ്റിവൽ എന്ന പോലെ ഒരു രീതിയിലാണ് ഇത് കൺസീവ് ചെയ്തത്. അതുപോലെ തന്നെ പുതിയ ബ്രാൻഡ്സിന് ഒരു പ്ലാറ്റ്ഫോം പോലെ, പാഷനറ്റ് വുമൺ ഓൺട്രപ്രണേഴ്സിന് ഒരു പ്ലാറ്റ്ഫോം പോലെയാണ് നമ്മളിത് കൺസീവ് ചെയ്തത്. അതുപോലെയാണ് ഇത്രയും വർഷം നടത്തിയത്. സോ ഇത്തവണ നമ്മൾ വിചാരിച്ചത് പകുതി സ്റ്റോൾസ് പുതിയ ബ്രാൻഡ്സിനും പകുതി സ്റ്റോൾസ് നമ്മുടെ ഇൻസ്റ്റോർ ബ്രാൻഡ്സ്, നമ്മുടെ ഇപ്പോൾ ഒരു ഹാപ്പി സ്റ്റോറുള്ള ബ്രാൻഡ്സിന് പുതിയ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും എന്തൊക്കെയാണ് കസ്റ്റമേഴ്സിന് പ്രിഫറൻസിന് അറിയാനായിട്ടുള്ള അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമും കൂടെ ആയിരിക്കും നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിൽ നമ്മൾ നമ്മുടെ ഇൻസ്റ്റോർ സ്റ്റോൾസ് കൊടുക്കും. അല്ലാതെ ഏറ്റവും നല്ല ബ്രാൻഡ്സിനെ നോക്കി നമ്മുടെ കസ്റ്റമേഴ്സിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ വേർത്ത് ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്ന ബ്രാൻഡ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സോ അതിൽ ബേസിക്കലി റിക്വയർമെൻറ്റ്സ് ഒന്നുമില്ല, ഒരു വുമൺ ഓൺട്രപ്രണർ ആവണം എന്നാണ് മെയിൻ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്. അതല്ലാതെ വളരെ നല്ല യുണീക്ക് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി ആൻഡ് അഫോർഡബിൾ പ്രൈസസ്, ഇത്രയാണ് നമ്മുടെ ഒരു മെയിൻ റിക്വയർമെൻറ്റ്. സോ താല്പര്യമുള്ളവർ ഈ അടി കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക, നമ്മൾ എന്തായാലും റിവേർട്ട് ചെയ്യുന്നതായിരിക്കും. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു എ ഗ്രേറ്റ് സീസൺ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പുതിയ ബ്രാൻഡ്സ് വന്നിട്ടുണ്ട് ഇത്രയും കാലങ്ങൾക്ക്. നമ്മളിപ്പോൾ എത്രയായി പറയാ, 1 വർഷം കഴിഞ്ഞല്ലേ? അതിനിടയ്ക്ക് കുറേ നല്ല ബ്രാൻഡ്സ് വന്നിട്ടുണ്ട്. സോ എനിക്കൊന്ന് എല്ലാവർക്കും നല്ല പ്ലാറ്റ്ഫോം ആയിരിക്കും. വെരി എക്സൈറ്റഡ്. ആൻഡ് ഫുഡ് സ്റ്റാൾസ്, സോ ഫുഡ് സ്റ്റാൾസും നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. ഫുഡ് വേണം. എന്തൊക്കെയാണ് വേണ്ടത്? ഇതേ ചെയിനൊക്കെ, എന്താണ് ഈ ചെയിന്? ഇതാണ് ഞാൻ സിംബയുടെ കഴുത്തി നോക്കിയിട്ട് കാണാതിരുന്നത് അല്ലേ? 2 ദിവസമായിട്ട് സിംബയുടെ കഴുത്തി നോക്കുമായിരുന്നു. ഇങ്ങനത്തെ കാര്യമൊന്നും ഓർമ്മ വയ്ക്കില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനത്തെ സ്റ്റോൾസ് ആണ് നോക്കുന്നത്? മുതലാളി തന്നെ പറ. അപ്പൊ ഞാൻ മെയിൻലി ലേഡീസ് ഐറ്റംസ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. എന്താ വെച്ചാൽ സാരീസ്, സൽവാർസ്, കിഡ്സ് വെയർ, പിന്നെ എന്താ ജ്വല്ലറി, ബാഗ്സ്, ഷൂസ്, ഇങ്ങനത്തെ സ്റ്റോൾസ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ നല്ല നല്ല പ്രോഡക്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങളെ അപ്രോച്ച് ചെയ്യുക. താഴെ കൊടുക്കുന്ന നമ്പറിൽ വേണം വാട്സാപ്പ് ചെയ്യാൻ. വാട്സാപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും കൂടെ വാട്സാപ്പിൽ അയയ്ക്കുക. എന്നിട്ട് അതിൽ ഞങ്ങൾ ടീം സെലക്ട് ചെയ്തിട്ട് തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അധികം സ്പേസ് ഇല്ല, പറഞ്ഞ പോലെ ഏകദേശം എനിക്കൊന്നൊരു 10-15 സ്റ്റോൾസിനുള്ള സ്പേസേ കാണുള്ളൂ. കാരണം ബാക്കി നമ്മുടെ ഇൻസ്റ്റോറും കാണുമല്ലോ. സോ മാക്സിമം ഒരു 15 to 20 ഇടയിൽ. സോ അപ്പോൾ നല്ല നല്ല സൽവാറും സാരിയും ഡീകോറും പ്ലാന്റ്സും ഷർട്ട്സും ഷൂസും പിന്നെന്തൊക്കെയാണ് എല്ലാം, ജ്വല്ലറിയും. ഫുഡ് പിന്നെ ദില്ലു ആണല്ലോ നോക്കുന്നത്, ഞാനല്ല നോക്കുന്നത്. ഫുഡിന്റെ കൗണ്ടേഴ്സ് ഇവിടെ ആയിരിക്കും കേട്ടോ. അവിടെയുണ്ട്.
അല്ല, അവിടെ കാണും. നമുക്ക് ആക്ച്വലി ഒരു കുക്കിംഗ് സ്പേസ് ഉണ്ട്, ആ ഒരു ഏരിയയിൽ കുക്കിംഗ് സ്പേസ് ഉണ്ട്. നമ്മുടെ ബാങ്കോക്ക് ഫാഷന്റെ സ്പേസ് എവിടെയായിരിക്കും? നിങ്ങൾ കേറി വരുമ്പോ തന്നെ ഞാനും എല്ലാ ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടാവും നിങ്ങളെ വരവേൽക്കാൻ. അല്ലേ? ഡാഡി മമ്മി കാണില്ലേ? പിന്നെ ഉണ്ടാവില്ലേ? പുറത്തായിരിക്കും നമ്മുടെ ഫോട്ടോ ബൂത്ത്. പുറത്തായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ഫോട്ടോ എടുക്കാൻ മറക്കരുത്. നമുക്ക് ഡീറ്റെയിൽസ് എന്തായാലും പിന്നെ ഇടുമല്ലോ. അപ്പൊ എല്ലാ ബ്രാൻഡ്സിനും ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ ഒബ്രോൺ മോളിൽ വെച്ച കാരണം നമുക്കൊന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് കാണിച്ചു കൊടുക്കാം വീണ്ടും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ 3 ദിവസം ആണ് കണ്ടിന്യൂസ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ചിലവർ ചോദിക്കും ആദ്യത്തെ 2 ദിവസം ഞാൻ നിന്നിട്ട് 3ാമത്തെ ദിവസം ഞങ്ങൾ പൊക്കോട്ടെ. ചിലർ ചോദിക്കും 3ാമത്തെ ദിവസം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തോട്ടെ. അങ്ങനെ പറ്റില്ല. ഫസ്റ്റ് 3 ഡേയ്സ് മസ്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഈ എക്സിബിഷൻ വരുന്നവർ എല്ലാം ഫുൾ എക്സ്പീരിയൻസ് ആയിട്ടാണ് വരുന്നത്. സോ അവർ വരുമ്പോൾ സ്റ്റോൾസ് കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരു വേസ്റ്റ് ഓഫ് ടൈമാണ്. സോ അവരുടെ ഒരു ഹാപ്പിനെസ്സും കൂടെ നമ്മൾ നോക്കിയിട്ടാണ് സ്ട്രിക്റ്റ് ആയിട്ട് 3 ഡേയ്സ് ടോട്ടൽ 3 ഡേയ്സ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഈ മോൾ ഒന്ന് കാണിക്കട്ടെ. ഫസ്റ്റ്ലി ഈ ഒബ്രോൺ മോളിന്റെ ഫെസിലിറ്റീസ് തന്നെയാണ് നമ്മൾ ഇവിടെ തന്നെ വീണ്ടും നടത്താനുള്ള ഒരു ഐഡിയ പ്ലാൻ ചെയ്തത്. മെയിൻ തിങ് എന്താണെന്നറിയോ, കുട്ടികൾക്ക് വന്ന് പാരൻസിന് റിലാക്സ് ആയിട്ട് ഷോപ്പ് ചെയ്യാനായിട്ട് കിഡ്സ് ഏരിയ. പക്ഷെ നിങ്ങൾ വിചാരിക്കും എന്താണ്, മാർച്ച് ആവുമ്പോൾ ഇത് കൊച്ചിയിലെ ബിഗ്ഗസ്റ്റ് ഇൻഡോർ പ്ലേ ഏരിയ ആവും. നമ്മുടെ എക്സിബിഷൻ ആവുമ്പോൾ May ആവുമ്പോൾ ഉണ്ടല്ലോ, May 3rd 4th 5th അല്ലേ ആവുമ്പോൾ ഇത് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാം. സോ നമ്മുടെ സ്റ്റോൾ ഓണേഴ്സിനാണെങ്കിലും കസ്റ്റമേഴ്സ് ആണെങ്കിലും 1 മണിക്കൂറൊക്കെ 2 മണിക്കൂർ ഷോപ്പ് ചെയ്യണമെങ്കിൽ ഒന്നും പേടിക്കണ്ട. കൊച്ചിയിലെ ബിഗ്ഗസ്റ്റ് പ്ലേ ഏരിയ. വേദുവിന് രാവിലെ വന്നു കഴിഞ്ഞാൽ രാത്രി പോകുമ്പോഴേ നമ്മളെ അല്ല, നമുക്ക് സമാധാനത്തിൽ ഷോപ്പ് ചെയ്യല്ല. സോ ഇതൊരു ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് തോന്നിയത്. ഇത് എന്ത് രസമായിരിക്കും എന്നറിയോ? പ്രിയയുടെ ഒരു ആഗ്രഹമാണ് പറയുന്നത്. ഈ സ്ക്രീനിലൊക്കെ ഒരു ഹാപ്പി സ്റ്റോറിന്റെ അല്ല OHF ഫ്ലീ മാർക്കറ്റിന്റെ ഒക്കെ ആഡ്സ് റൺ ചെയ്യണം. സോ ഓബ്രോൺ മോളിൽ മൊത്തം ഒരു ഹാപ്പി സ്റ്റോറിന്റെ വൈബ് ആയിരിക്കും. ഓബ്രോൺ മോൾ നമ്മൾ ഒരു ഹാപ്പി സ്റ്റോർ ആക്കി മാറ്റും അല്ലേ, ഒരു OHF ഫ്ലീ മാർക്കറ്റ് ആക്കി മാറ്റും. അപ്പൊ ഇത്തവണത്തെ OHF ഫ്ലീ മാർക്കറ്റ് ഇസ് പ്രസന്റഡ് ബൈ ഒരു ഹാപ്പി സ്റ്റോർ അല്ലേ? ഒരു ഹാപ്പി സ്റ്റോർ അതാണ് ഇത്തവണത്തെ OHF ഫ്ലീ മാർക്കറ്റിന്റെ പ്രത്യേകത. ഒരു ഹാപ്പി ഫാമിലി അല്ല സ്പോൺസർ ഇത്തവണ. ഒരു ഹാപ്പി സ്റ്റോർ പ്രസൻസ് OHF ഫ്ലീ മാർക്കറ്റ്. എന്താണ് ബൈ പ്രിയ മോഹൻ. അത് വേണോ അല്ലേ? പ്ലേസ് ലാസ്റ്റ് ബൈ പ്രിയ മോഹൻ കൂടെ വെച്ചേക്കണം കേട്ടാ. ബൈ പ്രിയ മോഹൻ. എന്റെ പേര് എന്റെ തല. അതെ, എന്റെ തല. എന്താ വേണ്ടേ? അങ്ങനെ പറ. ഒരു എല്ലാവരോടും പോയി ഞങ്ങൾ ഹാപ്പി ഫാമിലിയാ അങ്ങനെ പറയണേ ഇപ്പോ. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ്, ഇവിടെ പുതിയതായിട്ട് മസാജ് ചെയറും വന്നിട്ടുണ്ട്. സോ ഷോപ്പ് ചെയ്യാത്ത ഹസ്ബൻഡ്സും അച്ഛന്മാർക്കൊക്കെ ബോറടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി സുഖമായിട്ട് മസാജ് ചെയ്യാം. 80 രൂപയുള്ളൂ. അവിടെ കാണത്തുള്ളൂ ജെഫ്രിന്. അതെ, പിന്നെ ഫുഡ് സ്റ്റോൾ ഉണ്ടാവുമല്ലോ. ആ ഫുഡ് ടേസ്റ്റിംഗ് സെഷൻ ഒക്കെ അടിപൊളിയായിരിക്കും. അന്ന് ജെഫ്രിൻ ബാംഗ്ലൂരിൽ വരുമോ എന്തോ, എനിക്ക് ഇപ്പോഴേ തന്നെ ആരൊക്കെ വരും എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ. നമ്മുടെ ഏറ്റവും ഒരു എക്സൈറ്റിംഗ് ഫേസ് ഇതാണ് ഈ ബ്രാൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതല്ലേ. പിന്നെ കാരണം അവരായിട്ടുള്ള ബന്ധത്തിലല്ലേ നമ്മളിപ്പോ ഒരു ഹാപ്പി സ്റ്റോർ ഇത്രയും നന്നായി പോകുന്നത്. തുടങ്ങിയോ പറയാ എൻക്വയറീസ്? മുതലാളി ആ കൊണ്ട വീണ്ടും വന്നു. മുടി വളർന്ന് ഇതാണ് പ്രശ്നം. എന്റെ മുടി വളർന്നോ? അപ്പൊ പിന്നെ എനിക്ക് കെട്ടാനുള്ള കൊണ്ട കിട്ടി. കെട്ടി വെച്ചു. അതെ, ഒരു പഴംപൊരി ഉണ്ട്, ആരെടുക്കും? ഒന്നുള്ളൂ. ഓബ്വിയസ്ലി ഞാനായിരിക്കുമല്ലോ. അന്ന് ക്വസ്റ്റ്യൻ എന്താ അതില്? എല്ലാവർക്കും അറിയാലോ ഞാനേ കഴിക്കുള്ളൂ എന്ന്, അല്ലെങ്കിൽ ഞാൻ കൊല്ലൂലേ. അതെ, അടുത്ത അഡ്വാൻറ്റേജ് ഇതാണ്. ആൾക്കാർക്ക് വന്നിരിക്കാൻ ബാക്കിയുള്ള ഹോട്ടൽസ് പോലെ അല്ലല്ലോ, അല്ലെങ്കിൽ ഹാളിൽ നടത്തുന്ന പോലെയല്ല. ഇവിടെ AC കംഫർട്ടിൽ ചൂടാണെങ്കിലും വെയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് ഒന്നും വിഷയമല്ല. നമ്മുടെ സ്റ്റോളിൽ കിടിലം ഫുഡ് കാണും. ആക്ച്വലി ഇതിനെക്കാട്ടി ബെറ്റർ ആയിരിക്കും. പക്ഷെ എന്നാലും ആൾക്കാർക്ക് ഒന്ന് ഇരിക്കണമെങ്കിലും ഒരു ഡിന്നർ മെയിൻ മീലായിട്ടൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ വരാമല്ലോ. ഇത്തവണ ഉണ്ടല്ലോ നമുക്ക് ഫുഡ് സ്റ്റോൾസിന് എന്തായാലും ഒരു കോഫി ഇത് വയ്ക്കണം. ആരെങ്കിലും നല്ല കോഫി ടീയും ഡ്രിങ്ക്സും ഒക്കെ സെർവ് ചെയ്യുന്നത്. അതെ, അതായത് സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ വൈകുന്നേരത്തെ നാടൻ സ്നാക്സ് അങ്ങനത്തെ നമ്മുടെ ടീമിനെ തന്നെ വിളിച്ചാൽ മതി. പിന്നെ കോഫി മസ്റ്റ് ആയിട്ട് വെക്കണം. നമ്മുടെ സ്റ്റോളിലുള്ള ബ്രാൻഡുകാർ തന്നെ കുടിച്ചു തീർക്കും. അതെ, ഒബ്രോൺ മോളിലെ സ്റ്റാഫുകളൊക്കെ വന്ന് ചോദിക്കുന്ന കണ്ടില്ലേ, അവർക്കൊക്കെ നമ്മളെ കണ്ട എക്സിബിഷൻ ഉടനെ ഉണ്ടാവും. അതെ, കാരണം അതൊരു ഉത്സവം പോലെയാണല്ലോ നമ്മുടെ ആൾക്കാരുടെ ബഹളം. നമ്മുടെ എക്സിബിഷന് വന്നവർക്ക് ആ ഒരു ഉത്സവത്തിന്റെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളൂ. അതിന് ബെസ്റ്റ് കാര്യം എന്താ, നമുക്കൊരു പരിചയക്കാരെ മീറ്റ് ചെയ്യുന്ന പോലെയാണ്. കാരണം എല്ലാവർക്കും നമ്മളെ അറിയിപ്പോ നമുക്കും എല്ലാവരും അറിയാലോ. സ്ഥിരം എക്സിബിഷന് വരുന്നവരുണ്ട് കുറച്ച് പേര് അല്ലെ. നമ്മുടെ മറ്റേ അശ്വതി ഒക്കെ ഇല്ലേ, അശ്വതി വരും, സാബി വരും, പിന്നെ മീത്ത വരും, അങ്ങനെ കുറെ പേരുണ്ട്. അതെ, ഇത്തവണ ഏത് ടൈപ്പ് ഓഫ് ബ്രാൻഡ്സിനാണ് കൂടുതൽ ഇൻട്രസ്റ്റഡ്? പ്രിയക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ബ്രാൻഡ് സെലക്ഷൻ പരിപാടിയാണ് കേട്ടാ.
പുതിയ ബ്രാൻഡ്. കാരണം നമ്മുടെ ഒരു മെയിൻ ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ബ്രാൻഡ്സ് കൂടെ ആണെങ്കിൽ ഇപ്പം നമ്മുടെ സ്റ്റോറിലേക്ക് നമുക്ക് ഇൻവൈറ്റും ചെയ്യാമല്ലോ. ഇവിടെ വന്ന ആൾക്കാർ കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർക്ക് ഒരു സ്റ്റോറിലേക്ക് ഇൻവൈറ്റ് ചെയ്താൽ അവർക്ക് അവിടെ ഒരു സ്റ്റോൾ ഇടാം. പിന്നെ പെർമനന്റ് പ്ലേസ്. അത് എപ്പോഴും നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോറിലേക്കും നല്ല പുതിയ പ്രോഡക്ട്സ് വരുമ്പോൾ ഇൻട്രസ്റ്റഡ് ആണല്ലോ. എപ്പോഴും ഒരേ മാറ്റ പ്രോഡക്ട്സ് കാണാതെ. അപ്പൊ നോക്കാം ആരൊക്കെ എൻക്വയറി അയക്കുന്നു അവരൊക്കെ നമ്മുടെ സ്റ്റോറിലും ഇൻവൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ജസ്റ്റ് വേറൊരു അനൗൺസ്മെന്റ് പോലെ നമുക്ക് നമുക്ക് നല്ല പ്രോഡക്റ്റ്സ് ആയിരിക്കും, പക്ഷെ നമുക്ക് ഇവിടെ സെല് ചെയ്യാൻ പറ്റാത്ത ബ്രാൻഡ്സ് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഇത്രയും നാൾ എക്സിബിഷൻ നടന്നുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് പറയാണ്. പെയിന്റിങ്സും അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് നോക്കുന്നില്ല. കാരണം നല്ലതാണെങ്കിൽ പോലും അത് പോവാൻ കുറച്ച് പാടാണ്. അതുപോലെ തന്നെ ഈ സർപ്ലസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ള സാധനങ്ങളുണ്ടല്ലോ, ഈ എക്സ്പോർട്ട് ക്വാളിറ്റി എക്സ്പോർട്ട് സംഭവം എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്, അങ്ങനത്തെ നമുക്ക് താല്പര്യമില്ല. ജെനുവിൻലി പാഷനോടെ ഒരു ബിസിനസ് നടത്താൻ വുമൺ ഓൺടർപ്രണേഴ്സ് ഹു വിഷ് ടു ഹാവ് എ ഫ്യൂച്ചർ ഓൾസോ, അങ്ങനത്തെ പേർക്ക് മാത്രം നമ്മളൊരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ട് കാര്യം. അല്ലെങ്കിൽ വെറുതെ മാർക്കറ്റിംഗ് വേണ്ടി വരുന്നു, അല്ലെങ്കിൽ വെറുതെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നു, എവിടെന്നെങ്കിലും കുറച്ച് സാധനം വാങ്ങി വെക്കുന്നു, അങ്ങനത്തെ വരെ ആരും നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കില്ല. കാരണം ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇതുപോലെ പ്ലാറ്റ്ഫോം നോക്കി നടക്കുന്നവരുണ്ട്. അത്രയും ആഗ്രഹത്തോടെ ഓരോ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത് സെല് ചെയ്യാൻ നോക്കുന്നവരുണ്ട്. സോ അങ്ങനത്തെ വരെയാണ് നമുക്ക് ട്രൂലി സപ്പോർട്ട് ചെയ്യണം എന്ന് പേഴ്സണലി തോന്നുന്നത്. കാരണം നമ്മുടെ എക്സിബിഷൻ ഒന്നൊരു എക്സാമ്പിൾ പറയട്ടെ, രാകേഷിനെ അറിയില്ല, ജെം ഫോർ എറർ, അവർക്കിപ്പോൾ വലിയൊരു ഷോറൂം ഉണ്ട്, അറിയോ? നമ്മുടെ എക്സിബിഷൻ തുടങ്ങി അല്ല, അതിന് മുമ്പേ അവർക്ക് ഓൺലൈനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയൊരു ഷോപ്പ് ഉണ്ട്, നമ്മളെ അങ്ങോട്ട് ഇൻവൈറ്റും ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പോവാം കേട്ടോ, പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ. ജെം ഫോർ ഹെർ, അവർ നമ്മുടെ എക്സിബിഷൻ ഓർമ്മയില്ലേ, ഇവിടെയും വന്നിട്ടുണ്ട്, കാലിക്കട്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരും വളരണം, അതാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ, ഇങ്ങനെ മാച്ചിങ് ഹോട്ട് സെറ്റിലൊക്കെ ആണല്ലോ ബാങ്കോക്ക് ഫാഷൻ, അതെനിക്കറിയാം. അതെ, സ്റ്റോറിലേക്കും കൂടെ ഒന്ന് പോയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. നമ്മുടെ ഇവിടുന്ന് തുടങ്ങി അവിടം വരെ എത്തിയില്ലേ, സോ അവിടെ നിന്ന് തന്നെ അവസാനിപ്പിക്കാം അല്ലേ? അതെ. ഞാൻ മരമല്ല, കണ്ട ഒരു മരം പോലെ ഉണ്ടെങ്കിൽ ഞാൻ മരമല്ല. ഒരു ഹാപ്പി സ്റ്റോർ, എല്ലാരും പോയി നമ്മൾ എത്തി, ലിറ്ററലി അല്ലേ, ഇപ്പോഴും എത്തി, വർഷങ്ങളുടെ ഒരു ജേർണി ആയിട്ടും എത്തി. ആൻഡ് വേറെ എന്താ പറയാനുള്ള, ഇവിടുത്തെ കുറെ ബ്രാൻഡ്സ് കാണും. ആൻഡ് മേ ബി അവിടുന്ന് നമ്മുടെ എക്സിബിഷൻ കഴിഞ്ഞിട്ട് കുറെ നല്ല ബ്രാൻഡ്സ് ചിലപ്പോൾ ഇങ്ങോട്ട് വരും. എല്ലാം കൂടെ ഒരു കൊളാബറേഷൻ ആയിരിക്കും. അതെ. പിന്നെ അത് അവിടെ കൂടെ വേണമെങ്കിൽ ബൈ പ്രിയ മോഹൻ എഴുതായിരുന്നു അല്ലെ, ഹാൻഡ് പിക്ഡ് ബൈ പ്രിയ മോഹൻ. അത് നല്ലതായിരിക്കും, നല്ല. അതെ. അപ്പൊ ബാങ്കോക്ക് ഫാഷന്റെ കളക്ഷൻസും നമ്മുടെ എക്സിബിഷന് കാണും. ഓക്കെ ഗൈസ്, സോ ഫൈനലി ഒരു റീക്യാപ്പ് ആണ് ഒന്നും കൂടെ. May 3rd, 4th, 5th ഒബ്രോൺ മോളിലെ 3rd ഫ്ലോറിൽ വെച്ച് OHF ഫ്ലീ മാർക്കറ്റ് വീണ്ടും ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വരുന്നതായിരിക്കും. സോ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം നമ്മൾ ബ്രാൻഡുകളെ ഇൻവൈറ്റ് ചെയ്യാനാണ് നമ്മുടെ സ്റ്റോറിലേക്ക്. അതിന്റെ ഡീറ്റെയിൽസും എല്ലാം അറിയണമെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ച് നമ്മുടെ അടിയിലത്തേക്ക് കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം. നമ്മൾ അതിന്റെ റെന്റും അതിന്റെ നമ്മൾ എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, നമ്മുടെ സൈഡിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻ കാണും, അതെല്ലാം മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഉടനെ റിപ്ലൈ കിട്ടിയില്ലെങ്കിലും ടൈം എടുക്കുമായിരിക്കും. കാരണം ഇപ്പൊ നമ്മുടെ സ്റ്റോറും ഈ എക്സിബിഷൻ കൊണ്ട് വെച്ചാൽ ആരും സ്റ്റോറി വരാതിരിക്കുന്നത്, സ്റ്റോറിൽ കുറെ പുതിയ കളക്ഷൻസ് വരുന്നുണ്ട്. നമ്മുടെ ബാങ്കോക്ക് ഫാഷൻ കളക്ഷൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ വന്നിട്ട് ഒരു 1 വീക്കില് വരുന്നതായിരിക്കും അല്ലെ? പുതിയ കളക്ഷൻസ് ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. ഞാൻ കുറച്ച് എസ്തെറ്റിക് ആയിട്ടൊക്കെ വീഡിയോ എടുക്കാം. മരത്തിന്റെ ഇടയിൽ കൂടെ പുതിയ തീം വരുന്നതായിരിക്കും മാർച്ചിൽ. എന്താണെന്ന് അറിയാമെങ്കിൽ ഗസ് ചെയ്യാം. മാർച്ചിലൊരു തീമുണ്ട്. മാർച്ചില് തീമുണ്ട്. സോ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫ്ലീ മാർക്കറ്റില് നമ്മൾ പേഴ്സണലി ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫാമിലിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനൊരു വേറെ വീഡിയോ ആണ്. പക്ഷെ ബ്രാൻഡ്സ് എല്ലാം ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. ആൻഡ് വി ആർ വെരി 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 എക്സൈറ്റഡ്. കാരണം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എക്സിബിഷൻ മാത്രമല്ല, ഫ്യൂച്ചറിൽ അവരെ നമ്മുടെ ഷോപ്പിലേക്ക് നല്ല ബ്രാൻഡ്സ് ആണെങ്കിൽ നമ്മുടെ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ അവരെ നമുക്ക് ഷോപ്പിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. സോ വി ലുക്കിംഗ് ഫോർ എ ലോങ് ടേം കൊളാബറേഷൻ വിത്ത് ഓൾ ദ ബ്രാൻഡ്സ്. ആൻഡ് വേറെ പ്രത്യേകിച്ച് എല്ലാവരും ഡേറ്റ് മറക്കരുത്. May 3, 4, 5 ആണ് ഓബ്രോൺ മോളിൽ വെച്ചിട്ടാണ്. അതിന്റെ ഫൈനൽ ഡേറ്റ് വല്ലതും ഉണ്ടോ? അവര് റിപ്ലൈ ഒരു ഏപ്രിൽ ഫസ്റ്റിന് മുമ്പ് സെലക്ട് ചെയ്യാൻ വരും അല്ലേ? ഏപ്രിൽ ഫസ്റ്റ് വീക്കിനുള്ളിൽ നമ്മൾക്ക് എല്ലാ ബ്രാൻഡ് സെലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. സ്റ്റോൾ സെലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവും.
സോ ഇത്രയും പറയാനായിരുന്നു. ആൻഡ് എല്ലാവരോടും നമ്മൾ പറയാം, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ അവിടുന്ന് ഇവിടം വരെ എത്തി. നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും നമ്മുടെ ബിസിനസ് ആണെങ്കിലും. അതുപോലെ പ്ലീസ് ടു കീപ് സപ്പോർട്ടിങ് us. നമ്മുടെ ഉടനെ തന്നെ നമ്മുടെ ഒരുപാട് ട്രാവൽസും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റോർ ആക്ടിവിറ്റീസ് നമ്മൾ കുറെ സംഭവങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചോദിക്കട്ടെ, ഞങ്ങളുടെ കൂടെ ആർക്കൊക്കെ ഉണ്ട് ഒരു താല്പര്യം നമ്മുടെ സ്റ്റോർ ബേസിസിൽ നമുക്കൊരു ലഞ്ച് ഓർഗനൈസ് ചെയ്താലോ, വിത്ത് പ്രിയാസ് ഫാഷൻ ഷോ? എല്ലാരും കൈവക്കൂ. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം. നമ്മൾ ഇതുവരെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സോട് ഒരു മീറ്റപ്പ് പോലെ ഒന്നും ചെയ്തിട്ടില്ല. സോ ഒരു ചെറിയ ഐഡിയ ഇതുപോലെ വന്നിട്ടുണ്ട്. സോ ഒബിയസ്ലി ഫുഡില്ലാതെ ഒരു മീറ്റപ്പ് അല്ലെങ്കിൽ ഒരു മീറ്റപ്പ് കാണും, ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഫാഷൻ ഷോ കാണും, ഒരു സംഭവം ഗെയിംസ് ഉണ്ടാവും, ഗെയിംസ് കാണും. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പയ്യെ പറയാം. സോ ഇത് നീണ്ടുപോയി. എന്തായാലും നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ. ബൈ.